ശ്രീ റെജി ലൂക്കോസ്, ഡോക്ടർ ഹാരിസ് പറഞ്ഞ കാര്യം നേരത്തെ ഉണ്ടായിരുന്ന നെഫ്രോസ്കോപ്പ് അത് നന്നാക്കുവാനായിട്ട് കൊടുത്തിരുന്നു. അത് നന്നാക്കുവാനായിട്ട് എന്തോ വലിയ തുക വേണ്ടി വരും. അതുകൊണ്ട് അല്ലേ ആ ഓപ്പറേറ്റർ തന്നെ അത് തിരിച്ച് അയക്കുകയായിരുന്നു. അത് നന്നാക്കാൻ ഉള്ള ബുദ്ധിമുട്ട് അറിയിച്ച് തിരിച്ചയക്കുകയായിരുന്നു. അതിൻ്റെ കൊറിയർ ബോക്സ് ആണ് അവിടെ കണ്ടത് എന്നുള്ള കാര്യമാണ്. എന്തൊക്കെയാണ് ഈ ഡോക്ടർ പി കെ ജബ്ബാറിനെ പോലെയുള്ള മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആരുടെ തിരക്കഥയ്ക്ക് അനുസരിച്ചാണ് ഇദ്ദേഹമൊക്കെ തുള്ളുന്നത്? അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം, ഡോക്ടർ ഹാരിസിനോട് ചോദിക്കണം, ആരുടെ തിരക്കത് അനുസരിച്ചാണ് അദ്ദേഹം ഈ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അത് എന്നോട് ചോദിച്ചിട്ട് യാതൊരു കാര്യമില്ല. നിങ്ങൾ ഈ വിഷയം ആദ്യം ഈ സംഭവം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിലൂടെ ഏതാണ്ട് ഒരു മാസങ്ങൾക്ക് മുമ്പ് പുറത്തു വരുമ്പോൾ മുതൽ ഇന്ന് വരെയുള്ള ഈ വിഷയങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും ബോധ്യമാകുന്ന ഒരു വസ്തുതയുണ്ട്. ഞാൻ വേണമെങ്കിൽ അതിന്റെ വിഷ്വൽസ് നിങ്ങൾക്ക് അയച്ചില്ല, നിങ്ങളുടെ ചാനലിൽ തന്നെ പ്രക്ഷേപണം ചെയ്തത്. ഇതിനകത്ത് കുറെ വൈരുദ്ധ്യങ്ങളുണ്ട്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം പറയാം, നീണ്ട ഒരു സംഭാഷണത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് കഴിഞ്ഞ ദിവസം അന്വേഷണത്തിന് ഒരിക്കൽ കൂടി നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഈ സംഘം മെഡിക്കൽ സംഘം അന്വേഷിച്ചു നൽകുന്നു, അദ്ദേഹത്തിനെ വെള്ളം പൂശാനും, എന്നാൽ അദ്ദേഹത്തിന്റെ പെരുമാറ്റച്ചട്ട ലംഘനത്തെ കുറിച്ച് ഒന്നുകൂടെ വിശദീകരണം വേണമെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് ഗവൺമെന്റ് നിയമപ്രകാരം ആ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് ഒരു ഉപകരണം കാണാതെ പോയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ശശിധരൻ എംപിയുടെ ഫണ്ടിൽ നിന്ന് 20 ലക്ഷം രൂപ മുടക്കി വാങ്ങിയ യൂറോളജി ഡിപ്പാർട്ട്മെന്റ് ഒരു ഉപകരണമാണെന്ന് അത് കാണാത്തത് കൊണ്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കണം. സ്വാഭാവികമായിട്ട് ഗവൺമെന്റിന്റെ പ്രാഥമിക കടമ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഏതായാലും അവിടുന്ന് എന്തെങ്കിലും ബസ് ഒരു മുട്ടുസൂചി പോയപ്പോൾ അന്വേഷിക്കാന്നുള്ള അതാണല്ലോ നമ്മുടെ നിയമങ്ങൾ അനുശാസിക്കുന്നത്. അല്ലെങ്കിൽ ഗവൺമെന്റ് ഇവിടെ ഉള്ളതിന്റെ ആവശ്യമില്ല. പക്ഷേ ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം അന്ന് ബഹുമാനപ്പെട്ട മന്ത്രി വീണ ജോർജ് ഇത് പത്രസമ്മേളനത്തിൽ പത്രക്കാരോട് പറഞ്ഞതിന് ശേഷം വിതിൻ 10 to 15 minutes അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു അറിവില്ല, ഇങ്ങനെ ഒരു മിഷനെ കുറിച്ച് അറിയത്തില്ല എന്ന് പറഞ്ഞു. ആ ഉപകരണം അവിടെ ഉണ്ട്, അതാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം തുടക്കം മുതൽ ആ ഒരു നിലപാടിൽ തന്നെയാണ്. മഞ്ജുഷ, ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ നിങ്ങളുടെയൊക്കെ ചാനലിലൂടെ കണ്ട കാര്യം പറയാൻ പറ്റുമോ? പിറ്റേ ദിവസം അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞു, ആ ഉപകരണം എനിക്ക് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനത് മാറ്റി വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിനൊന്നുമല്ല, 6 ഡോക്ടർമാർ ഉണ്ടായിരുന്നു, 6 പേർക്കും ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് മാറ്റി വെച്ചിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. അല്ല മഞ്ജുഷ, അത് തന്നെ ഞാൻ പറഞ്ഞേ. ബഹുമാനപ്പെട്ട വീണ ജോർജ് മന്ത്രി ഈ വിവരം പത്രക്കാരോട് പറഞ്ഞ അന്ന് അദ്ദേഹം പറഞ്ഞത് തനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, ഇങ്ങനെ ഉപകരണത്തെ കുറിച്ച്. പിറ്റേ ദിവസം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് എന്താ, ഞങ്ങൾക്ക് ആ ഉപകരണം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഉപകരണം പ്രവർത്തിക്കാൻ അറിയാത്തതുകൊണ്ട് അത് മാറ്റി വെച്ചിരിക്കുക എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം ലീവ് എടുത്തു പോയി. ഇപ്പോൾ ഡോക്ടർ ജബ്ബാർ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഡോക്ടർ ജബ്ബാർ പറഞ്ഞെന്താ, അദ്ദേഹം ജബ്ബാർ പറഞ്ഞതിനകത്ത് എന്താ വൈരുദ്ധ്യമുള്ളത്? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ ഉണ്ട്, അത് അദ്ദേഹം മാറ്റി വെച്ചു, ഉപയോഗിക്കാൻ അറിയാൻ പറ്റാത്ത. അതിനകത്ത് തന്നെ മറ്റു ചില ചോദ്യങ്ങൾ ചോദിക്കണം, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അങ്ങനെയെങ്കിൽ ആ ഉപകരണം ഇതാണെന്ന് പറഞ്ഞ് പ്രിൻസിപ്പളിനെ സൂപ്രണ്ടിനെ ഏൽപ്പിക്കാനുള്ള ബാധ്യത ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ നൽകി. അദ്ദേഹത്തോട് ഇതിനെപ്പറ്റി ഒന്നും ചോദിക്കുന്നില്ല. വിദഗ്ധ സമിതി ചോദിച്ചപ്പോൾ അദ്ദേഹം ഇന്ന കാര്യങ്ങൾ പറഞ്ഞു, അതവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇത് അദ്ദേഹം വന്നിട്ട് ഇത് എടുത്തു കൊണ്ടുവന്ന് പ്രിൻസിപ്പലിന്റെ റൂമിൽ കൊണ്ടുവെക്കണോ? അദ്ദേഹം ഇല്ലാത്ത സമയത്ത് റൂം താക്കോലിട്ട് തുറന്ന് അകത്ത് കയറി പരിശോധിക്കാൻ ഒരു പ്രിൻസിപ്പലിനും അധികാരമില്ല. ഇതെന്താണ്, പോലീസ് എൻക്വയറിയാണ് അവിടെ നടക്കുന്നത്? പോലീസിലേക്ക് ഇത് പരാതിപ്പെടുവാൻ പറഞ്ഞതാണല്ലോ. എന്തുകൊണ്ട് പോലീസിൽ പരാതിപ്പെടുന്നില്ല? നിജസ്ഥിതി വെളിയിലേക്ക് വരും. അതുകൊണ്ടാണ് ഇന്ന് ഫോണിൽ ആരോ നിർദ്ദേശം കൊടുക്കുന്നുണ്ടായിരുന്നു ഈ സൂപ്രണ്ടിനും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനും ഈ സംഭവം നടക്കുന്ന സമയത്ത്, ഈ വാർത്താ സമ്മേളനം നടക്കുമ്പോൾ ഇന്നത് വായിക്കണമെന്ന്. എന്തൊക്കെയാണ്? പുറത്തു നിന്ന് ആളുകൾ നിയന്ത്രിക്കുകയാണോ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിനെയും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെയും? ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ ഒരു മോർസിലോസ്കോപ്പ് ഈ ഉപകരണത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിക്കുകയാണ്. എന്നിട്ട് ഡോക്ടർ കള്ളനാണെന്ന് വരുത്തി തീർക്കുകയാണ്. അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളുടെ മെറിറ്റിലേക്ക് പോകുവാനായിരുന്നു ആ അന്വേഷണം അവിടെ നടന്നത്. എന്നിട്ട് അതിലെല്ലാം കൊണ്ടുവന്ന് എത്തിച്ചത് രണ്ടാമത്തെ ഈ കണ്ടുപിടുത്തത്തിലേക്കാണ്. ഒരു മോർസിലോസ്കോപ്പ് കാണാനില്ല എത്രേ, അതവിടെ കിടപ്പുണ്ട്. അതിന്റെ ഉത്തരവാദി എല്ലാവരും കൂടിയാണ്. ഈ പറയുന്ന ഈ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഈ ഡോക്ടർ ഹാരിസ് മാത്രമല്ല. അദ്ദേഹം പറഞ്ഞു അവിടെ ഇരിപ്പുണ്ടായിരുന്നു. എന്നിട്ട് പറയുകയാണ് അദ്ദേഹം കൊണ്ട് വെച്ചതാണെന്ന് അവിടെ. എന്നിട്ട് പറയും ഒരു ബില്ലും എടുത്ത് കാണിക്കുന്നു. മറ്റൊരു ഉപകരണം നന്നാക്കാൻ കൊടുത്തിരുന്നു, നെഫ്രോസ്കോപ്പ്, അതിന്റെ ബില്ലാണ് കൊണ്ടുവച്ചിരുന്നത് അവിടെ. എന്നിട്ട് അല്ലല്ല, ഈ പ്രിൻസിപ്പൽ പറയുന്നതിന് ഒരു തരത്തിലുള്ള വൈരുദ്ധ്യമില്ല എന്ന് താങ്കൾ പറയുകയുണ്ടായല്ലോ. അദ്ദേഹം പറഞ്ഞതിൽ മുഴുവൻ വൈരുദ്ധ്യമാണ്. അദ്ദേഹം പറയുന്നത് കേൾക്കൂ. ഒരു സെക്കൻഡ് വിശദമായിട്ട് ഒരു സർജൻ ടീമും ടെക്നിക്കൽ ടീമും അതുകൊണ്ടാണ് ഇന്നലെ പരിശോധിച്ചത്. ആദ്യം പരിശോധിച്ചപ്പോൾ ഒരു ചെറിയ ബോക്സ് ആണ് ഉണ്ടായിരുന്നത്. അതെ, ആ ചെറിയ ബോക്സിൽ മോസിലോസ്കോപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ബോക്സിന്റെ മുകളിലല്ല, ഈ സാധനം ഇതാണെന്ന് കരുതാം, ഇൻസ്ട്രുമെന്റ്. അതിന്റെ താഴെ അല്ലേ ടോണി? അങ്ങനെയല്ലേ? ഒരു പേപ്പറിന്റെ താഴെ മോസിലോസ്കോപ്പ് എന്ന് എഴുതിയ. അപ്പൊ എനിക്കറിയില്ല, അതിന്റെ കൂടെ അപ്പൊ ബില്ല് ഉണ്ടായിരുന്നില്ല. ഇല്ല, ഈ ബില്ല് അവിടെ ഉണ്ടായിട്ടില്ല. ഇല്ല. രണ്ടാം പരിശോധനയിലാണ് വലിയ ബോക്സും ബില്ലും
അതെ. ഈ ബോക്സിൽ മോസിലോസ്കോപ്പ് ഉണ്ടായിരുന്നു, അത് തുറന്നു നോക്കി. അതിന്റെ ഉള്ളിൽ മോസിലോസ്കോപ്പ് ഇല്ല. അതിൽ കണ്ടത് വേറെ എന്താണ് അതിന്റെ പേര്? നെഫ്രോസ്കോപ്പ് എന്നാണ് എഴുതിയിട്ടുള്ളത്. രണ്ടാമത്തെ ഇന്നലത്തെ പരിശോധനയിൽ. രണ്ടാമത്തെ അല്ല, കറക്റ്റ് ചെയ്യണം, മൂന്നാമത്തെ പരിശോധന. ഈ മൂന്നാം പരിശോധനയിൽ കണ്ട ബോക്സ് ഏറ്റവും അവസാനമായി നമ്മൾ കണ്ടതാണ്. അതെ അതെ അതെ. ആണ് അതെനിക്ക് അറിയുന്ന എങ്ങനെയാണോ ഇതാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ. ഇതേ ചോദ്യം ചോദിക്കാൻ അറിയാവുന്നവർ അവിടെ ഇരിപ്പുണ്ട്. അവസാനം കള്ളി വിളിച്ചതായല്ലോ നെഫ്രോസ്കോപ്പ് ആയിരുന്നു എന്ന് അദ്ദേഹത്തിന് സമ്മതിക്കേണ്ടി വന്നു. ആദ്യം അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം ഒരു ഡോക്ടറാണ് കേട്ടോ, അതിന്റെ എല്ലാ ബഹുമാനവും നൽകുകയാണ്. പക്ഷെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഈ മെഡിക്കൽ ഉപകരണങ്ങളൊന്നും കണ്ടാൽ എനിക്ക് അറിയില്ല എന്ന്. നെറ്റിലൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഇതിന്റെ ഉപകരണത്തിന്റെ വലിയ എടുത്താൽ പൊങ്ങാവുന്ന ഉപകരണമൊന്നുമല്ല ഈ മോക്സിലോസ്കോപ്പ് എന്നുള്ളത്. ഞാൻ നെറ്റിൽ അടിച്ചു നോക്കി, അതിന്റെ ഒരു ഈ ഒറിജിനൽ ഉപകരണത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഞാൻ അതിനുള്ള സാങ്കേതിക വൈദഗ്ധ്യം നേടിയ ആളൊന്നുമല്ല എന്ന്. അദ്ദേഹത്തിന് കൂടെ മറ്റുള്ളവരുണ്ടല്ലോ, അവരോട് ചോദിച്ച് മനസ്സിലാക്കണം. മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ ആണല്ലോ, സൂപ്രണ്ടുമുണ്ട്, സൂപ്രണ്ടിനാണല്ലോ അധികാരമുള്ളത് അവിടെ. ഇതൊന്നും അറിയാതെ വന്ന് വാർത്താ സമ്മേളനം നടത്തിയിട്ട് കുറെ മണ്ടത്തരങ്ങൾ പറഞ്ഞു പോകുന്ന മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന് എന്ത് വില നൽകാനാണ് ശ്രീ റെജി ലൂക്കോസ്? വാസ്തവത്തിൽ ഇതിനകത്ത് മണ്ടത്തരം വാക്ക് ഉപയോഗിക്കാനുള്ള എന്ത് അന്വേഷണാത്മക ചരിത്രമാണ്, ഉദ്യോഗസ്ഥന്റെ വേഷധാരിയായ ചരിത്രമാണ് മഞ്ജുഷിനുള്ളത്? അല്ല, എനിക്കുണ്ടല്ലോ ഒരു കോമൺ സെൻസ് ഉണ്ടല്ലോ ശ്രീ റെജി ലൂക്കോസ്. ഇത് കേൾക്കുന്നവർക്കും കുറച്ച് ബോധമുണ്ട് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാകേണ്ടതല്ലേ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്? ഇത് ന്യൂസ് ചാനലിലൂടെ ജനം കേൾക്കുന്നതല്ലേ. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മുഴുവനും കണ്ട കാര്യങ്ങൾ അതിനോട് പറഞ്ഞു. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും വൈരുദ്ധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഇപ്പൊ വെല്ലുവിളിക്കുന്നു, നിങ്ങൾ അത് തെളിയിക്കുക. അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പലിന് എന്ത് അധികാരമാണുള്ളത് അദ്ദേഹത്തിന്റെ ഓഫീസ് തുറന്നു നോക്കുക എന്നുള്ളത് താങ്കൾ ചോദിച്ചു. താങ്കൾ ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നത്? അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയല്ലേ തുറന്നത്? തിരുവനന്തപുരം ഗവൺമെന്റ് ഓഫ് കേരളയുടെ അണ്ടറിലുള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ന്യൂറോ സർജന്റെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് അദ്ദേഹത്തിന്റെ ആബ്സെൻസിൽ അത് തുറക്കാനുള്ള അധികാരം അദ്ദേഹത്തിന് ഹയർ ഉദ്യോഗസ്ഥ. ഒരു മെഡിക്കൽ ഉപകരണം ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ടത് അദ്ദേഹത്തിന്റെ ആബ്സെൻസിലല്ല. എന്നിട്ട് അദ്ദേഹത്തെ കള്ളനാക്കുന്നത് അദ്ദേഹത്തിന്റെ ആബ്സെൻസിലല്ല. ആ കൂടെ നിൽക്കുന്ന ഒരാൾ കൊണ്ട് ഒരു മെഡിക്കൽ ഉപകരണം അവിടെ കൊണ്ട് വെച്ചാലോ? ഈ ടോണി എന്നുള്ള ഡോക്ടറുടെ കാര്യം പറയുന്നുണ്ട്. അതാണ് മാധ്യമപ്രവർത്തകർ എടുത്തു ചോദിക്കുന്നത്. ഡോക്ടർ ടോണി ആയിരുന്നുവല്ലോ, അദ്ദേഹത്തിനാണല്ലോ അപ്പോഴത്തെ ചുമതല. അപ്പോൾ രണ്ടാം ദിവസത്തെ പരിശോധനയ്ക്ക് മുമ്പ് അവിടെ എന്തോ ആരോ കയറുന്നതായി CCTV ദൃശ്യം കണ്ടല്ലോ എന്ന്. അങ്ങനെയാണെങ്കിൽ താക്കോല് കയ്യിലുള്ള ടോണി ആയിക്കൂടെ എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ ഒരു പുച്ഛച്ചിരിച്ചിരിക്കുകയാണ്. അതെങ്ങനെയാ അങ്ങനെ ആകണേന്ന്? അതെന്താ അതായിക്കൂടാ എന്നുണ്ടോ? അല്ല, മഞ്ജുഷ് കുറെ ചോദ്യങ്ങൾ പ്രസ്താവിക്കും. പറഞ്ഞു കൊടുക്കുമ്പോൾ വേറെ ചില പ്രസ്താവനയായിട്ട് വരും. ഇതാണ് ഒരു ചർച്ചയുടെ ഇത്. ഇനി അടുത്തുള്ളവരോട് ചോദിക്കുമ്പോൾ അങ്ങനെ ചോദിക്കണേ. ഞാൻ ഈ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഒരു മിനിറ്റ് കേൾക്കാനുള്ള സന്മനസ് കാണിക്കുന്നുള്ളൂ. നിങ്ങൾ മഞ്ജുഷോട് പറഞ്ഞ ആരാണ് പ്രിൻസിപ്പൾ അദ്ദേഹത്തിന്റെ ഓഫീസ് ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ആ ചോദ്യം ചോദിക്കുന്നത് എന്ത് അധികാരത്തിന്റെ പുറത്താണ്? അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയല്ലോ തുറന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, വീട്ടിൽ പോയി പോലീസ് ഉദ്യോഗസ്ഥർ തുറക്കാം ഇദ്ദേഹത്തിന് വിത്തൗട്ട് ഹിസ് പെർമിഷൻ. പക്ഷെ ഒരു പ്രിൻസിപ്പൾ അധികാരമുണ്ട്. അദ്ദേഹം ഗവൺമെന്റ് ഓഫ് കേരളയുടെ അണ്ടറിലുള്ള ജോലിക്കാരാ. ഇദ്ദേഹം പറഞ്ഞതിനകത്ത് എന്താ വൈരുദ്ധ്യം നിങ്ങൾക്ക് തോന്നുന്നു? എനിക്കറിയത്തില്ല, എനിക്കതിന്റെ ശാസ്ത്രീയ വശം അറിയത്തില്ല, ഞാൻ അതിനെ എക്സ്പെർട്ടല്ല. കണ്ട കാര്യങ്ങൾ പറഞ്ഞുള്ളൂ. ആദ്യത്തെ ദിവസം അവർ നോക്കുമ്പോൾ ഇത്രയും കോൺട്രവേഴ്സി ഉണ്ട്. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞു തലേ ദിവസം എനിക്കറിയില്ല, പിറ്റേ ദിവസം പറഞ്ഞ് ഞാൻ മാറ്റി വെച്ചെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ പൂട്ടിക്കെട്ടിക്കൊണ്ട് ലീവിന് പോയി. ആ ഫസ്റ്റ് ഡേ ഈ പറയുന്ന 6 ഡോക്ടർമാർ സഹിതം പരിശോധിച്ചപ്പോൾ നിങ്ങളിപ്പോ ഈ പറയുന്ന പർട്ടിക്കുലർ ഉദാഹരണം അവിടെ കണ്ടില്ല. പിറ്റേ ദിവസം പരിശോധിച്ചപ്പോൾ അവിടെ ഒരു ബില്ലും മറ്റു നിങ്ങളിപ്പോ 12 ലക്ഷം രൂപയുടെ ഒരു ഉപകരണം അവിടെ 12 തോന്നുന്നു അവിടെ കാണുന്നു. അതുകൂടാതെ CCTV ദൃശ്യത്തിൽ ഓരോ അജ്ഞാതൻ അവിടെ കയറുന്ന ഇതും കണ്ടു. 134 CCTV ഉണ്ട് ഈ മെഡിക്കൽ കോളേജിൽ. ആ ദൃശ്യങ്ങൾ സഹിതം തെളിവ് സഹിതം പറയുമ്പോൾ നിങ്ങൾ പറയുകയാണ് അദ്ദേഹത്തിനെ കള്ളനാക്കപ്പെടുന്നത്. ഇല്ല എന്റെ പൊന്നു പ്രജിലൂക്കോ, ഞാൻ ആ പ്രസ് മീറ്റ് മുഴുവൻ കേട്ടതാണ്. മുഴുവൻ കേട്ട് എന്തൊക്കെയാണ് ഡോക്ടർ ജബ്ബാർ മെഡിക്കൽ കോളേജിന്റെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ പറഞ്ഞെന്ന് കേട്ട് നോക്കിയതാണ്. അദ്ദേഹത്തിന് ഉത്തരമില്ല എന്നല്ല, അദ്ദേഹത്തിന് അറിയില്ല ഇത് മോക്സിലോസ്കോപ്പ് ആണോ എന്നുള്ള കാര്യം. ഡോക്ടറാണ് അദ്ദേഹത്തിന് ശരി, അദ്ദേഹം ഈ രംഗത്ത് വൈദഗ്ധ്യമുള്ള ആളല്ല. അദ്ദേഹം മറ്റൊരു സ്പെഷ്യാലിറ്റി ഉള്ള അല്ലേ? അതെ, അദ്ദേഹം അങ്ങനെയാണ്. ശരി, അത് അദ്ദേഹത്തിന് അങ്ങനെയാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇത് ചോദിച്ച് മനസ്സിലാക്കാമല്ലോ. അല്ല, മാത്രമല്ല ഈ അന്വേഷണം കഴിയുന്നതിന് മുൻപ് ഇത്രയും കാര്യങ്ങൾ വിശദീകരിക്കാൻ എന്തൊരു തിടുക്കമായിരുന്നു. മറ്റെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും വിശദീകരണം നൽകാൻ തയ്യാറാകുമോ? ഇതാ ഡോക്ടറെ കള്ളനാക്കുന്നതിന് വേണ്ടി എന്തെല്ലാം വിശദീകരണങ്ങളാണ് ശ്രീ റെജി ലൂക്കോസ് അവിടെ നൽകുന്നത്. അന്വേഷണം കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നുണ്ട്, CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്, ഇത് മോഴ്സിലോസ്കോപ്പ് ആണോ എന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഈ